തൃശൂർ മറ്റത്തൂരിലെ കോൺഗ്രസ് അംഗങ്ങളുടെ കൂട്ടക്കൂറുമാറ്റത്തിൽ പ്രശ്നപരിഹാരത്തിന് ഫോർമുലയുമായി KPCC. BJP പിന്തുണയിൽ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് രാജിവെക്കണം. മറ്റംഗങ്ങൾക്ക് തെറ്റ് ഏറ്റുപറഞ്ഞ് പാർട്ടിയിലേക്ക് മടങ്ങിവരാൻ അവസരമൊരുക്കും. KPCC തീരുമാനം അംഗീകരിക്കുമെന്ന് ഊന്ന നേതാവ് TM ചന്ദ്രൻ പറഞ്ഞു. വളരെ പോസിറ്റീവായ രീതിയിലാണ് ഇതുവരെയുള്ള ചർച്ചകൾ നടന്നത്. KPCC പ്രസിഡന്റ് നിയോഗിച്ചതനുസരിച്ച് റോജി ജോൺ MLAയുമായി ഞങ്ങൾ 2 പ്രാവശ്യം ബന്ധപ്പെടുകയും കൃത്യമായ കാര്യങ്ങൾ ധരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC നേതൃത്വം എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ KPCC ഫോർമുലയിൽ കോൺഗ്രസ് തൃശൂർ ജില്ലാ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. വിഷ്ണു സുരേഷ് ആയിരുന്നു. വിഷ്ണുവും അപ്പോൾ നൂർജഹാൻ നവാസ് രാജിവെക്കും, ബാക്കി അംഗങ്ങൾ ഈ പിന്തുണ തേടിയതിൽ തെറ്റേറ്റു പറയും എന്നൊക്കെയാണോ? അപ്പോൾ ഇപ്പുറത്തെ ഈ വിമതപക്ഷത്തിന് കൊടുക്കുന്ന ഓഫർ എന്താണ് അങ്ങനെയാണെങ്കിൽ? ഗുഡ് മോർണിംഗ് വിഷ്ണു. ഗുഡ് മോർണിംഗ്. മറ്റത്തൂർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു പഞ്ചായത്തായി മാറിയിട്ടുണ്ട്. ഓപ്പറേഷൻ ലോട്ടസ് ആണോ ഈ മറ്റത്തൂരിൽ നടന്നത് തുടങ്ങിയ ചർച്ചകൾ നടന്നു. മുഖ്യമന്ത്രി തന്നെ മറ്റത്തൂരിനെ പലതവണ പരാമർശിച്ചതാണ്. ഒരു ദിവസം ഒറ്റയടിക്ക് കോൺഗ്രസ് BJP ആയി മാറുന്ന കാഴ്ച മറ്റത്തൂരിൽ കണ്ടു തുടങ്ങി അങ്ങനെ വലിയ തലവേദന കോൺഗ്രസിന് സൃഷ്ടിച്ചൊരു പഞ്ചായത്തായി മറ്റത്തൂർ മാറിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് പ്രശ്നപരിഹാരത്തിന് വേണ്ടി KPCC തന്നെ നേതൃത്വം നേരിട്ട് ഇടപെട്ടത്. റോജി M. ജോണിനെ അതിനുമായി ബന്ധപ്പെട്ട നേതൃത്വം നിയോഗിക്കുകയും ചെയ്തു. റോജി 2 തവണയാണ് മറ്റത്തൂരിലെ വിമത നേതാക്കളുമായി ചർച്ച നടത്തിയത്. ചർച്ചകളൊക്കെ വളരെ പോസിറ്റീവാണെന്ന് TM ചന്ദ്രൻ വ്യക്തമാക്കുന്നു. ഒപ്പം KPCC എടുക്കുന്ന ഏത് തീരുമാനത്തോടൊപ്പം നിൽക്കും എന്നാണ് TM ചന്ദ്രൻ വ്യക്തമാക്കുന്നത്. KPCCയുടെ ഒരു ഫോർമുല ഇന്നലെ പുറത്തു വന്നതനുസരിച്ച് നൂർജഹാൻ വൈസ് പ്രസിഡന്റായി വിജയിച്ച നൂർജഹാൻ രാജിവെക്കേണ്ടി വരും. മറ്റ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ വിജയിച്ച ആള് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ്. അതുകൊണ്ട് അവർക്ക് രാജി ബാധകമല്ല. പക്ഷേ പ്രസിഡന്റായി കോൺഗ്രസ് ചിഹ്നത്തിൽ വിജയിച്ച ഈ വിമത നൂർജഹാൻ രാജിവെച്ച് പുറത്തു പോകണം അല്ലെങ്കിൽ മാറി നിൽക്കണം എന്നുള്ളതാണ് നിലവിൽ KPCCയുടെ ഒരു ആവശ്യം. അതൊരു പക്ഷേ വിമത നേതൃത്വം അംഗീകരിക്കും. ഒപ്പം അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം മറ്റത്തൂരിലെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം തൃശൂർ DCC ആണ്. തൃശൂർ DCC വിഷയത്തിൽ കാര്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ഒരു പക്ഷേ ഇടതുപക്ഷം ഉന്നയിക്കുന്നതിനേക്കാൾ കൂടുതൽ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ കമല പോലുള്ള സംശയ നിഴലിലേക്ക് ഇവിടുത്തെ നേതാക്കളെ എത്തിച്ചതിന് പിന്നിൽ DCC ആണ്. അതുകൊണ്ട് DCCക്കെതിരെ കൃത്യമായ നടപടി വേണം, അല്ലെങ്കിൽ DCCയുടെ വീഴ്ച പരിശോധിക്കണം എന്നൊരു ആവശ്യം വിമത വിഭാഗം KPCCക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട്. അതിലൊരു പോസിറ്റീവായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി KPCC നേതൃത്വം വിമത നേതാക്കളെ തീരുമാനം അറിയിച്ചിട്ടില്ല. ഇന്നൊരു 11 മണിയോടുകൂടിയായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കുക. KPCC എന്ത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുമെന്നാണ് വിമത നേതാക്കൾ പറയുന്നത്. അതോടൊപ്പം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ തിരിച്ച് പാർട്ടിയിലേക്ക് എത്തും. അങ്ങനെ മറ്റത്തൂരിലൊരു സമവായത്തിലേക്കും പ്രശ്നപരിഹാരത്തിലേക്കും പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഭാഷ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.